ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഒരു ഹൈ ഇൻകം ജോബിനെ കുറിച്ചാണ്. ഈ ജോബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ലോകത്തിലെ ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നതാണ്. ഇതിൽ നിന്നും ഏണിങ്സ് ആയിട്ട് നമുക്ക് അത്രയധികം എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ ഒരു ക്ലയന്റിൽ നിന്ന് തന്നെ മന്ത്ലി 1,00,000 അല്ലെങ്കിൽ 1,50,000 രൂപയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹൈ ഇൻകം ജോബാണിത്. ഈ ജോബ് എന്ന് പറയുന്നത് ലാൻഡിംഗ് പേജ് ബിൽഡർ എന്ന് പറയുന്ന ജോബാണ്. എന്തുകൊണ്ട് ഇത് ഇത്രയധികം സ്വീകാര്യത വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സുകൾക്ക് വളരെയധികം ഇത് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സ്വാധീനം, ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഇതിന് വളരെയധികം ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ലാൻഡിംഗ് പേജ് ബിൽഡർ എന്ന് പറയുന്ന പ്രൊഫഷനെ കുറിച്ച് അല്ലെങ്കിൽ ജോബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇത് അല്ലെങ്കിൽ ലാൻഡിംഗ് പേജുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകാർക്ക് ഇത്രയധികം ആവശ്യം എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ബിസിനസ്സുകൾക്ക് ലീഡ് വേണം. എന്തിനു വേണ്ടി? സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ അവർ പലതരത്തിലുള്ള പരസ്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് ലിങ്ക്ഡിനിലായിരിക്കാം, മെറ്റയിലായിരിക്കാം, ഗൂഗിളിലായിരിക്കാം. എന്നാൽ ഇപ്പോൾ എക്സാമ്പിൾ മെറ്റയിൽ വരുന്ന പരസ്യമായി ബന്ധപ്പെട്ടെടുക്കാം. നമ്മൾ കേരളത്തിലെ ഓണ്ടർപ്രണേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ആൻസർ ഉണ്ട്. അവർ വളരെ വലിയൊരു എമൗണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അവർക്ക് കിട്ടുന്ന ലീഡുകൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത ലീഡുകളായിരിക്കും, അല്ലെങ്കിൽ ജങ്ക് ലീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ക്വാളിറ്റി ഇല്ല, വിളിച്ചാൽ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ മറ്റ് ലാംഗ്വേജുകളായിരിക്കും, അല്ലെങ്കിൽ ബംഗാളികളൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് ഓഡിയൻസേ അല്ല അവരുടെ കസ്റ്റമറായിട്ട് വരുന്നത്. അതുകൊണ്ട് സെയിൽസ് തന്നെ ക്ലോസ് ആവില്ല. അപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് സ്പെൻഡ് ചെയ്തത് വേസ്റ്റ് ആയി പോകും. ഇത് ബഹുഭൂരിപക്ഷ ഓണ്ടർപ്രണേഴ്സും പറയുന്ന ഒരു പരാതിയാണ്. ഇതിനെ കൃത്യമായി പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ലാൻഡിംഗ് പേജ് എന്ന്. അതായത് നമ്മൾ ചെയ്യുന്ന പരസ്യം, അത് മെറ്റയിലായിക്കോട്ടെ, ഗൂഗിളിലായിക്കോട്ടെ, ലിങ്ക്ഡിനിലായിക്കോട്ടെ, ഇവിടുന്ന് കസ്റ്റമറെ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യാനും ആ പോയിന്റ് ചെയ്ത ഓഡിയൻസിനെ കൃത്യമായി ലാൻഡിംഗ് പേജിൽ എത്തിക്കാനും ലാൻഡിംഗ് പേജിലൂടെ അവരുടെ കൃത്യമായിട്ടുള്ള ഡാറ്റ എടുക്കാനും ഇതിലൂടെ സാധിക്കുമെന്നതാണ് ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്ത് പരസ്യം ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യുന്നതിന് പ്രത്യേകപരമായിട്ടുള്ള ചില സ്കില്ലുകൾ നമുക്ക് വേണം. ഒന്ന്, ഡിസൈനിങ്ങിനുള്ള ഒരു സ്കില്ല് വേണം. കാരണം ഇത് ഒരു പേജാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതായത് ഈ പേജ് എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ആ പേജ് നമുക്ക് എന്താ കാണുന്നത്? അതായത് ആമസോണിൻ്റെ ആ പേജ് നമ്മളോട് സംസാരിക്കുന്നത് ഒരു സെയിൽസ്മാൻ ആയിട്ടാണ്. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രോഡക്റ്റോ സർവീസോ എന്ത് തന്നെയാവട്ടെ വിൽക്കുന്നത്, അതിൻ്റെ സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുകയാണ് ഈ ലാൻഡിംഗ് പേജ്, അല്ലെങ്കിൽ സെയിൽസ്മാൻ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡിസൈനിങ്ങിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ ആ പേജ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കഴിവ്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ല് തുടങ്ങിയ സ്കില്ലുകളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഒരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ബിസിനസ്സുകൾക്ക് വേണ്ടുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ROI. അതായത് അവർ വളരെ വലിയൊരു എമൗണ്ട് പരസ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ അവർക്ക് ലഭിച്ചിരിക്കണം. ക്വാളിറ്റിയുള്ള ലീഡ് ലഭിക്കണം. ക്വാളിറ്റിയുള്ള ലീഡിലൂടെ മികച്ച സെയിൽസും ഇവർക്ക് നടക്കും. അപ്പോൾ ക്വാളിറ്റിയുള്ള ലീഡാണ് ബിസിനസ്സുകാർക്ക് ആവശ്യമായി വരുന്നത്. അതുകൂടാതെ തന്നെ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്ത് അതിലൂടെ നമ്മളൊരു പരസ്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരിട്ടുള്ള സ്വാധീനമാണ്. റൈറ്റ് കസ്റ്റമറെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ് കസ്റ്റമറോട് കൃത്യമായി ലാൻഡിംഗ് പേജ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അത് നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ ഈ ഫോം ഫില്ല് ചെയ്യാതെയാണ് പോയിട്ടുള്ളതെങ്കിൽ അവരെ റീടാർഗറ്റ് ചെയ്യാനും അവരെ ലീഡ് സബ്മിറ്റ് ചെയ്യാനും നമ്മളവിടെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും എന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് നമ്മൾ അറിയേണ്ടത് എങ്ങനെ ഒരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യും എന്നതാണ്. ഇതിന് ഇഷ്ടം പോലെ ടൂളുകൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ലാൻഡിംഗ് പേജ് എന്നതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ടൂളുകൾ നമുക്ക് കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ട ടൂളുകളാണ് സ്വൈപ്പ് പേജ്, ലാൻഡിംഗ് പേജ്, അതേപോലെ ക്ലിക്ക് ഫണൽ, വേർഡ്പ്രസ്,
ഇങ്ങനെ ധാരാളം ടൂളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏത് ടൂളുകൾ വേണമെങ്കിലും ഉപയോഗിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തോ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാവുന്നതാണ്. ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേയധികം കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ലാൻഡിംഗ് പേജ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു സെയിൽസ്മാൻ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ്ലൈൻ, സബ് ഹെഡ്ലൈൻ, പിക്ചേഴ്സുകൾ, വീഡിയോകൾ, ടെസ്റ്റിമണിയൽസുകൾ, റിവ്യൂകൾ, അതേപോലെ തന്നെ കോൾ ടു ആക്ഷൻ ബട്ടണുകൾ, FOQ, അതേപോലെ തന്നെ ഏതെങ്കിലും ന്യൂസ് പേപ്പറിലോ മറ്റോ ഫീച്ചേഴ്സുകളും മറ്റും വന്നിട്ടുണ്ടെങ്കിൽ അതായത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, റിവ്യൂകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ കൃത്യമായി ആ കസ്റ്റമറിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്വാളിറ്റിയുള്ള ലീഡുകൾ കിട്ടണമെങ്കിൽ കസ്റ്റമർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അവൻ്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലും ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിൽക്കുന്നത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അതിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റും ആ കസ്റ്റമർക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപകാരപ്പെടുന്നു എന്നിവ കൃത്യമായി സംസാരിക്കാൻ ലാൻഡിംഗ് പേജ് ഡിസൈനിലൂടെ സാധിക്കുകയും വേണം. അപ്പോൾ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്ത് പ്രോപ്പറായി പരസ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അളക്കാനും അതേപോലെ തന്നെ അത് കൃത്യമായി മെഷർ ചെയ്യാനും കൃത്യമായി ഡാറ്റ കളക്ട് ചെയ്യാനും റീടാർഗറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ലാൻഡിംഗ് പേജിനെ കൃത്യമായി ഒപ്റ്റിമൈസ് ചെയ്യാനും അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്ഷൻ വരുത്തണമെങ്കിൽ അത് റീഎഡിറ്റ് ചെയ്ത് മാറ്റുകയും പിന്നീട് ടെസ്റ്റ് ചെയ്യുകയും ഇതെല്ലാം ടെസ്റ്റ് ആൻഡ് ഇറർ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ലാൻഡിംഗ് പേജിനെ കൃത്യമായി ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ കൃത്യമായി ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയുള്ള ലീഡുകളായിരിക്കും ഇതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോർമൽ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നോർമൽ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുകയാണെങ്കിൽ പൊതുവെ യൂസ് ചെയ്യുന്നത് വാട്സപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെതായ ലീഡ് ഫോം ആയിരിക്കാം. അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ലീഡ് കിട്ടണമെങ്കിൽ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ അതൊരു ഹൈ ഇൻകം ജോബാണ്. ഈ ജോബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം, ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നതാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 5000 രൂപ മുതൽ 15000 രൂപ വരെ നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മന്ത്ലി. എന്നാൽ ആ ഏരിയയിൽ നിങ്ങൾക്ക് വളരെയധികം എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റിൽ നിന്ന് തന്നെ ഒരു മാസം നിങ്ങൾക്ക് ശരാശരി 1 ലക്ഷം 1.5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. കാരണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്വാധീനം. കാരണം അത്രയധികം ആൾക്കാരാണ് ഈ പേജിലോട്ട് വരുന്നതും അവർക്ക് ലീഡ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ എഫക്റ്റീവായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ലാൻഡിംഗ് പേജ് അത്രയധികം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു എമൗണ്ട് ബിസിനസ്സുകളും സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ക്വാളിറ്റിയുള്ള ലീഡ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ചാനൽ വഴി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ലാൻഡിംഗ് പേജ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് വേറെ ധാരാളം വീഡിയോകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉടമയിലും മറ്റൊക്കെയായിട്ട് എങ്ങനെ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം കോഴ്സുകളും കാണാൻ സാധിക്കും. അത്തരം കോഴ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലേൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ വളരെയധികം ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.